പ്ലീസ് ഷോ യുവർ നേവൽ. കണ്ടോളൂ. നമസ്കാരം. നമ്മൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ഈ പറയുന്ന എന്താണ് ഇൻഫ്ലുവൻസേഴ്സ്, അവര് തുടക്കം ഒരു യൂട്യൂബിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ആണുങ്ങൾ എല്ലാം ശരിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫാമിലി വ്ലോഗ്സ് അല്ലാതെ ബ്യൂട്ടി വ്ലോഗ്സ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പറ്റിപ്പുമായിട്ട് ഇറങ്ങുന്നത്. എന്തുകൊണ്ട് അവർ അതിലേക്ക് ഇറങ്ങുന്നു ചോദിച്ചാൽ, ആദ്യം അവരൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങും. അങ്ങനെ കുറേശ്ശെ ഇട്ട് കുറേശ്ശെ റീച്ചുകൾ വന്ന് കുറെ എന്താവും, കുറെ ഫാൻ ഫോളോവേഴ്സ് കിട്ടും. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറും. പണ്ട് 100 രൂപയ്ക്ക് ഒരു ദിവസം കഴിഞ്ഞുകൊണ്ടിരുന്നു, പിന്നെ അത് 200 രൂപ വേണ്ടി വരും. പിന്നെ അത് അവരുടെ ജീവിത രീതികൾ മാറി പിന്നെ 500, 1000, ചിലപ്പോൾ 5000, 10000 കിട്ടിയാൽ പോലും എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പറ്റത്തില്ല എന്നുള്ള അവരുടെ സ്റ്റാൻഡേർഡ് മാറി വരും. അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡുകൾ മാറി വരുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ബന്ധങ്ങൾ അവർ മാറ്റുന്നു. പഴയ സുഹൃത്തുക്കളെയൊക്കെ കളയുന്നു, പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള രീതികൾ അവർ പലതും നോക്കുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. മനസ്സിലായത്? ഇപ്പൊ ഞാൻ ജീവിക്കുന്ന സ്റ്റാൻഡേർഡുമായി പിന്നീട് കിടപിടിച്ച് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വീണ്ടും ക്യാഷ് ഉണ്ടാക്കണം. അങ്ങനെ ഇവർ ചിന്തിക്കുന്നത്. കാരണം താഴോട്ട് പോകാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ താഴെക്കടയിൽ നിന്നാണ് വന്നത്. ഈ താഴെക്കടയിൽ നിന്ന് വന്ന് ആദ്യം നമ്മൾ ഒരു 10000 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ചിലവൊക്കെ കഴിച്ച് സുഖമായിട്ട് അങ്ങ് പോവാമെന്ന് വിചാരിക്കും. നമ്മുടെ വരുമാനം 20000 ആവുമ്പോൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, നമ്മുടെ ചെലവും അതിനോടൊപ്പം കൂടും. പിന്നീട് 30000, 40000, പിന്നെ മാസം ലക്ഷങ്ങൾ വരുമാനം വരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഒക്കെ മാറും അല്ലേ. അപ്പൊ ഒരു ദിവസം എനിക്ക് 100 രൂപ മതിയായിരുന്ന സ്ഥാനത്ത് പിന്നെ എനിക്ക് എന്ത് ചെയ്യും, 1000, 10000 ഒക്കെ വേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ആ സമയത്ത് കൂടുതൽ പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ഇവരിലേക്ക് വരും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ചിലപ്പം ചില സമയത്ത് ഈ പറയുന്ന റീച്ച് കുറഞ്ഞു വരാം. ചിലപ്പോൾ അവർ പറയുന്ന 5 ലക്ഷം എനിക്കിപ്പോ യൂട്യൂബിൽ നിന്ന് കിട്ടി, അത് പോരാ, എനിക്കൊരു 10 ലക്ഷം വേണം എന്ന് തോന്നാം. അതായത് മറ്റുള്ളവനെ കാട്ടി അല്ലെങ്കിൽ മറ്റു യൂട്യൂബേഴ്സിനെയും കെട്ടി ഏറ്റവും കൂടുതൽ പണം എനിക്ക് വേണം, എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇതുപോലുള്ള ഉഡായിപ്പ് ആപ്പുകളെ തേടി പോകുന്നത്. അതായത് ഈ പറയുന്ന നമ്മൾ കുറെ കേട്ടില്ല, ഈ ബെറ്റിംഗ് ആപ്പുകൾ കുറെ നമ്മൾ കേട്ടു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഫ്രണ്ട് ആപ്പുകളെ പറ്റി. ഈ ഫ്രണ്ട് ആപ്പ് എന്തെന്ന് നിങ്ങൾ അറിയണം. ഇവരൊക്കെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാമായ പിന്നീട് വിശ്വാസത്തിന്റെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറയുമ്പോലുള്ള പിന്നെ വിശ്വാസത്തിന്റെ നിറകൂട്ടമായ നമ്മുടെ ജാസ്മിൻ ജാഫർ, ഈ പറയുന്ന ആലിസ് ക്രിസ്റ്റി, പിന്നെ ബബിത, അങ്ങനെയൊക്കെ പറയുന്ന സോ കോൾഡ് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ആരാധിക്കുന്ന പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോ ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് വഴിയാണ്. നിങ്ങൾ ഫ്രണ്ട് ആപ്പിലേക്ക് ചെല്ലൂ. നിങ്ങൾക്ക് അവിടെ ഒരുപാട് പിന്നീട് നിങ്ങളെ അറിയാത്ത, നിങ്ങൾ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാത്ത, നിങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒരാൾ അവിടെ പതുങ്ങി ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ഫ്രണ്ട് ആപ്പിലോട്ട് ചെല്ലൂ. അവർ നിങ്ങൾക്ക് ഈ സ്നേഹം ഇങ്ങനെ വാരി ചൊരിഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ആൾക്കാരെ ചേർക്കുക എന്നുള്ളതാണ്. ഇനി ആദ്യം ഈ ഫ്രണ്ട് ആപ്പ് എന്താണെന്നാണ് അതിന്റെ ഒരു ചെറിയ ഈ ഫ്രണ്ട് ആപ്പിൽ ഞാൻ ഒന്നുകൂടി പറയും. ഈ ഫ്രണ്ട് ആപ്പ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഒരു ഡേറ്റിംഗ് ആപ്പാണ്. എന്താണ് ഡേറ്റ് ചെയ്യുക, അങ്ങനെയാണ്. അതായത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാത്ത എവിടെയെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് കയറി ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, ചാറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, അവസാനം എന്ത് ചെയ്യും, നമ്മൾ ഈ ആദ്യമേ തന്നെ പറയുന്നതിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ കേട്ടോ, ഇനി അങ്ങോട്ടുള്ള നിങ്ങൾ കേൾക്കരുത്, സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഞാൻ 1-2 വീഡിയോസ് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ, അവരെന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മൾ സംസാരിച്ച് പിന്നെ അതെന്ത് ചെയ്യും, സെക്സ്വൽ ചാറ്റിലേക്ക് പോകും. ഈ നമ്മളും പച്ച മലയാളത്തിൽ കമ്പി ചാറ്റിലേക്ക് പോകും. അവിടെയാണ് ഇത് അവസാനിക്കുന്നത്. പിന്നെ ഒളിച്ചോട്ടം, റൂമിൽ പോക്ക്, വിളിച്ചു വരിക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ആപ്പ് വഴി അവർ ഉദ്ദേശിക്കുന്ന മാക്സിമം പെണ്ണുങ്ങളെ കൊണ്ട്, ഈ പെണ്ണുങ്ങളില്ലെങ്കിൽ ഈ ആപ്പ് ഇല്ല. പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരുന്നത്. അതുമല്ല, ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 20 പേര് മാത്രമേ പെണ്ണുങ്ങൾക്കുള്ളൂ. ബാക്കി 80% ആണുങ്ങളായിരിക്കും. ആണുങ്ങൾക്ക് ഇതിനകത്തോട്ട് പോകണമെങ്കിൽ പൈസ കൊടുക്കണം. പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവരെന്ത് ചെയ്യും, പെണ്ണുങ്ങളെ ഇതിനകത്തോട്ട് കൊണ്ടു. കാരണം എത്രത്തോളം പെണ്ണുങ്ങൾ വരുന്നുണ്ടോ അത്രത്തോളം വരുമാനമാണ് ഈ ആപ്പിന് കിട്ടുന്നത്. പെണ്ണുങ്ങളിൽ നിന്ന് 5 പൈസ വാങ്ങില്ല മാത്രമല്ല, അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ പൈസ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പെൺകുട്ടി പിന്നെ കയറി അതിനകത്ത് എന്ത് ചെയ്യുന്നു, വന്നു പറയുന്നു, അതായത് ചാറ്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. എത്ര പിന്നെ സമയം അവരുമായിട്ട് നിങ്ങൾ പിന്നീട് അവരെ എൻഗേജഡ് ആയിട്ട് നിർത്തുന്നു, അതനുസരിച്ച് ഇവർക്ക് എന്ത് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. പൈസ എന്ന് പറയുന്നത് ഈ പറയുന്ന ആണുങ്ങൾ, ഈ പയ്യന്മാർ ഞരമ്പ് രോഗികൾ എന്തിനാ ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് പോകണം, ഇതിന് തന്നെയാണ്. അത് അല്ലോ എന്താണ് സുഖമില്ല, മക്കളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ നീ എന്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ഡ്രസ്സിന്റെ കളർ എന്ത്, അടിവസ്ത്രം എന്ത്, അതിന്റെ കളർ എന്ത്, അതിന് ഊരി കാണിക്കോ, അങ്ങനെയുള്ള തലത്തിലേക്ക് ഈ സാധനം പോകും. സത്യം പറഞ്ഞാൽ പക്ക ഒരു ഡേറ്റിംഗ് ആപ്പാണ്. ഇനി നിങ്ങൾ വിചാരിക്കും ഇതിനെ മാന്യമായിട്ട് എന്താണ് സ്വന്തം നമുക്ക് അറിഞ്ഞൂടാത്ത ആരോ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിൽ എന്ത് മാന്യതയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? ഇതിൽ വരുന്നവരെല്ലാവരും കുറച്ച് മാന്യതയുള്ളവർ ഇതിൽ നിന്ന് കളഞ്ഞിട്ട് അങ്ങ് പോകും.
ഇല്ലാത്തവര് എന്ത് ചെയ്യും, ഇതിനകത്ത് അഡിക്റ്റ് ആയി നിൽക്കും. പെണ്ണുങ്ങൾ ഇതുവഴി ക്യാഷ് ഉണ്ടാക്കാമെന്നും കൂടി പിന്നീട് അറിയുമ്പോൾ എന്ത് ചെയ്യും, ഇവർ ഇതിനകത്തോട്ട് ആൾക്കാരെ, അതായത് കൂടുതൽ ഈ പറയുന്ന സെക്സ് ചാറ്റുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ രീതിയിലുള്ള സംസാരങ്ങൾ പറഞ്ഞ് ഇവനെ എന്ത് ചെയ്യും, ഈ നിൽക്കുന്നവനെ എൻഗേജ് ആയിട്ട് നിർത്തും. ഇനി ഇവർക്ക് എങ്ങനെ പൈസ കിട്ടുന്നു? ഇതിനകത്ത് ഓരോ സ്റ്റിക്കേഴ്സ് അയക്കാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഫ്ലവേഴ്സ്, ഈ അവതാരം എന്നൊക്കെ പറഞ്ഞ ഓരോ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഓരോ സ്റ്റിക്കേഴ്സിനും ഓരോ പൈസയാണ്. ഇപ്പൊ ഞാനിപ്പം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ചക്കര എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അവളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഓരോരോ സ്റ്റിക്കറിന് ഓരോ റേറ്റ് ആണ്. ഇവിടെ ചിലപ്പോൾ എനിക്കൊരു സ്റ്റിക്കർ അവൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ കാണും. അപ്പൊ ആ ഫ്രണ്ട്സിനെയും കാട്ടി കൂടുതൽ പൈസ എൻ്റെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലവർ, ചിലപ്പോൾ ഫ്ലവറിന് 100 രൂപ ആയിരിക്കും, പല ഗോൾഡ്, അങ്ങനെയുള്ള പല സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഓരോ സ്റ്റിക്കേഴ്സ് പോകുമ്പോൾ അതിന് ഓരോ റേറ്റ് ആണ്. ഇവിടെ നിന്ന് 300 രൂപയ്ക്ക് ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 200 രൂപ അവൾക്ക് കിട്ടും, 100 രൂപ ആരെടുക്കും, ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകൾ എടുക്കും. പിന്നെ ഇതെങ്ങോട്ട് നടന്ന് വരുമ്പോൾ പിന്നെ ഇതിന് ചലഞ്ചേഴ്സ് വരും. അതായത് ഇതിനകത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരി എനിക്ക് ഇത് കാണിച്ചു തരുമെങ്കിൽ ഞാൻ ഇത് അയച്ചു തരാം, മനസ്സിലായോ, അത് കാണിച്ചു തരൂ, ഞാനെങ്കിൽ ആ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ആ ഒരു അവതാർ കാണിച്ചു തരാം. ഇതിലൊരു ഉദാഹരണത്തിന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യും, അത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടോ, കുട്ടികളൊന്നും കാണരുതേ. കാണിക്കോ. ഓഹോ കൊള്ളാലോ. പ്ലീസ് ഷോ യുവർ നേവൽ. കണ്ടോളൂ, ഇതാണ് എൻ്റെ നേവൽ. ഇനി അത് കണ്ടില്ല എന്ന് വേണ്ട. ആരായിരുന്നു അത് പറഞ്ഞത്? കില്ലർ. അപ്പൊ കില്ലറിന് എന്തായിരുന്നു, കില്ലറിന് എന്ത് ചെയ്യണം, ഈ പറയുന്ന നേവല് കാണിക്കണമെന്ന് തോന്നി. അവിടെ ആ സമയത്ത് ഓഹോ എന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഈ പറയുന്ന നേവല് കാണിച്ചു കൊടുത്തു. എനിക്ക് ഇനി കണ്ടില്ല എന്ന് വേണ്ട. ഇത് എന്ന് പറയുന്ന ഗ്രൂപ്പ് കോളാണ്. എന്ന് വെച്ചാൽ ഇവള് മാത്രം കുറേ പേര് ഗ്രൂപ്പിൽ ഇങ്ങനെ കുറേ ആണുങ്ങൾ കാണും. അവർ ഓരോരുത്തർ ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഓരോ ഗിഫ്റ്റ് അയച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഇന്നത് കാണിക്കൂ, അത് കാണിക്കൂ, താഴോട്ട് കാണിക്കൂ, നേവല് കാണിക്കൂ, മറ്റത് കാണിക്കൂ, മറിച്ചത് കാണിക്കൂ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവർ പറയുന്ന സാധനം വിട്ടുകൊടുക്കും. ഇതിപ്പം ഫ്രണ്ട് ആപ്പിലുള്ളതല്ല, ഇതുപോലെയാണ് എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിപ്പോ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ്. ഇതിപ്പം ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡായിട്ട് ഇതല്ല ഇതിന്റെ അപ്പുറം കാണിച്ചു, അങ്ങനെ ബോൾഡ്നെസ് ആയിട്ട് ഇരുന്ന് കാണണം അല്ലെങ്കിൽ കൊടുക്കാം എന്നുള്ളവര് മാത്രം ഇതിലോട്ട് പോയാൽ മതി. ഇനി നമുക്കിതിന്റെ പ്രൊമോഷൻ ആയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ജാസു എന്നറിയാലോ, ഇതുപോലുള്ള ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇങ്ങനെയുള്ള ആപ്പുകളിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരു കക്ഷിയാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ. നമുക്കറിയാലോ, പണ്ട് ടാങ്കോ ആപ്പിലൊക്കെ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ആർ എന്ന ആൾക്കാർ അറിയുന്നത്. പിന്നെ നമ്മൾ കണ്ടു, പിന്നീട് നമ്മുടെ എവിടെ ബിഗ് ബോസിൽ വന്നു, അവിടെ വന്ന് ഇങ്ങനെ ഓരോരുത്തർ കുറെ പ്രണയങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ കാണുന്നവനെ കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യം, അതൊക്കെ അവളുടെ ഇഷ്ടം. പിന്നെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ പറഞ്ഞു, ഇതുവരെയായിട്ട് ഇവളെ കുറിച്ച് ഈ പറഞ്ഞ ജാസ്മിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാണുമ്പോൾ എന്തായാലും പറയിപ്പിക്കുന്നതാണ്, എന്തായാലും പറഞ്ഞു പോകുമെന്നുള്ളത്. അപ്പൊ ജാസ്മിൻ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇതിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ജാസ്മിന്, ടാങ്കോ ആപ്പ് ഒക്കെ ചെയ്തു. അതുകൊണ്ട് ജാസ്മിന്റെ ഒരു പ്രൊമോഷൻ നമുക്ക് കണ്ടുപോക്കാം. ഓക്കെ. കൊച്ചിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ആയതിനു ശേഷം കുറച്ച് സിനിമ പ്രാന്ത് എനിക്ക് കുറച്ച് സിനിമാ പ്രാന്ത് എനിക്ക് കൂടിയിട്ടുണ്ട്. പ്രാന്ത് ഇതിന് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് പ്രാന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. ഇറങ്ങുന്ന സിനിമകൾ അപ്പൊ കാണണം എന്ന് എന്തോ ഒരു നിർബന്ധമായി വന്നിരിക്കണോ. അപ്പൊ കാണും, ക്യാഷ് കിട്ടിയില്ല. ഇതുപോലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് വലിപ്പിച്ച് കുറെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് താങ്കൾക്ക് കണ്ടുകൂടാ? ധൈര്യമായിട്ട് കണ്ടോ. എത്ര സിനിമകൾ മക്കളെ കണ്ടോ. പൊടിയില്ലേ, അത് അവലൂസൂടിയൊന്നുമില്ല. ആദ്യമേ ഞാൻ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ സിനിമയും കണ്ട് ഫ്ലാറ്റിലൊക്കെ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് പീസ് ചൂടാക്കി കഴിച്ചു. പിന്നെ കുറച്ച് ശവായും കൂടെ കഴിച്ചു. എല്ലാം കുറച്ച് മാത്രം. നല്ല ചെല്ലത്തിൽ വളർത്തിയ കൊച്ചാണ്. നല്ല കുറച്ച് മാത്രം. ഇങ്ങനെയൊക്കെ ചെല്ലത്തിൽ ഇങ്ങനെ ചെല്ലം വാരി വിതറിയാലേ ഈ പയ്യന്മാർ ഇതിനകത്ത് ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകത്തുള്ളൂ. ഓക്കെ, മക്കള് പറ. മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കൊച്ചാന്നല്ല. അതെ, തീരെ വിശപ്പില്ലാത്ത. ബിഗ് ബോസ് നല്ല രീതിയിൽ കണ്ടാണ്. വിശപ്പ് എന്ന് പറയുന്ന സാധനം ജാസ്മിനൊക്കെയാണ്. തീരെ വിശപ്പില്ലാത്ത കൊച്ചാണ്. വിചാരിക്കുന്ന കാര്യം കൊണ്ട് ഞാൻ പറയാം, അതിലേക്ക് കിടക്കുന്നത് നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിനെക്കാളും നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും, ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട്. പിന്നെ ഇതിനകത്ത് എല്ലാ റോസസും നമുക്ക് റിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ലിങ്ക് വേണ്ടവരെ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. ഇനി സമാധാനമായി ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ. അത്രേ ഉള്ളൂ. അപ്പൊ അവളുടെ വയറൊക്കെ നിറഞ്ഞ് അവള് സമാധാനമായിട്ട് പിന്നെ ജാസ്മിൻ പോയി കിടക്കട്ടെ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ വയറ് താമസിക്കാതെ നിറഞ്ഞുകൊള്ളും. അതായത് പറയുന്നത് ഈ റോസ് അയച്ചു തരും. അത് നമുക്ക് എടുക്കാം. ആരാ അയച്ചിരുന്നത്? അത് വെറ്റാരുമുള്ള പയ്യന്മാർ തന്നെയാണ്. പയ്യന്മാരുടെ പെണ്ണുങ്ങൾ ആരും റോസ് അയച്ചു കൊടുക്കത്തില്ലല്ലോ. കാരണം ഇവിടെ ചാറ്റ് വീഡിയോ കൊടുന്നൊക്കെ പറയുന്നത് അശ്ലീല
ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്ന ചാറ്റുകളാണ്. അപ്പൊ എന്തായാലും പയ്യന്മാർ അയച്ചു കൊടുക്കുന്നത് അതൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ റോസ് നിങ്ങൾ റിയൽ മണിയായിട്ട് ആക്കുക. ആരുടെ പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്ക് 5 പൈസ കിട്ടത്തില്ല, ആണുങ്ങൾക്ക് ഈ പറയുന്ന ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പൊക്കിയുള്ളൂ എന്നുള്ളതാണ്. ഇനി ജാഫറിന്റെ അടുത്ത് പറയാനുള്ളത്, ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കണ്ടായിരുന്നു, കുറച്ചു ദിവസം മുമ്പാണ്, അനിയനുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അനിയന് പൊടിമീശയൊക്കെ വന്നു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. എന്തായാലും ഞാനവിടെ കൊടുക്കുന്നില്ല. ആദ്യം അനിയനെ കൊണ്ടൊരു അക്കൗണ്ട് തുണയിപ്പിക്കുക. അനിയന് എന്തായാലും പൊടിമീശയൊക്കെ വന്നില്ലേ, അവനൊരു എൻജോയ്മെന്റ് ആവട്ടെ, അവനും ഈ പറയുന്ന ഇതിലോട്ട്, ഈ കാറ്റഗറിയിലോട്ട് വരട്ടെ. അതിന് ജാസ്മിന് ധൈര്യം ഉണ്ടോ അനിയനെ ഇതുപോലുള്ള ഒരു ആപ്പ് തുറന്നു കൊടുക്കാൻ? എന്നിട്ട് ബാക്കിയുള്ള പറയുന്നത്. അപ്പം ജാസ്മിൻ അതൊക്കെയാണ് ചെയ്യല. ആദ്യം അനിയന്. ഇനിയിപ്പം ജാസ്മിൻ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യൂടെ, ടാങ്ക് ചെയ്തല്ലേ, ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറവും ചെയ്യും. അവർക്കൊക്കെ പണം വേണ്ടേ വലുത്, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. ആരെ വലിപ്പിച്ചാലും ആരെ പൂപ്പിച്ചാലും പണം ഉണ്ടാക്കുക. ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം തുടർന്ന് പോകാൻ വേണ്ടി എനിക്ക് പണം വേണം. അത് എന്ത് വൃത്തിയോടെ ചെയ്താലും ശരി തന്നെയാണ്. ഈ ഇവരെ മാത്രമല്ല കേട്ടോ, സെലിബ്രിറ്റീസ് വരെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതിനകത്തോട്ട് പോകുന്നവർക്ക് അറിഞ്ഞിരിക്കണം ഇതെന്താണ് ചതിക്കുഴി. ലാസ്റ്റ് എങ്ങനെ ഇപ്പൊ 2 കുട്ടികൾ ഒളിച്ചോടിയല്ലോ, 2 കുട്ടികൾ എവിടെ, ഇതൊക്കെ തന്നെ ഈ ആപ്പ് വഴിയൊക്കെ തന്നെ ആയിരിക്കും വന്ന് പരിചയപ്പെട്ട്. കൊച്ചു കുട്ടികളാണ്, 17 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഒന്നും അറിഞ്ഞുകൂടാ. അവനോ എവിടെ ഇരുന്ന് മോളെ ചക്കരെ, നീ ഊണ് കഴിച്ചാടി, നീ ആഹാരം കഴിച്ചാടി, ഉറങ്ങിയാടി, എപ്പോ എണീറ്റടി, ഇന്ന് എന്ത് കഴിച്ചടി എന്നൊക്കെ ചോദിക്കുമ്പോ അവനാണ് സ്വർഗം, അവനാണ് എന്റെ എല്ലാം എന്ന് ഇവര് തെറ്റിദ്ധരിക്കുന്നു. പിന്നെ അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, അവന്റെ കൂട്ടത്ത് രാമായണ ഇറങ്ങിപ്പോവും. മനസ്സിലായോ? ഇതാണ് അവിടെ നടക്കുന്നത്. അതിനൊക്കെ ഒരു പ്രധാന കാരണം ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്പുകളാണ്. ഈ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ക്യാഷ് കിട്ടും. മനസ്സിലായോ? ഇനി അടുത്ത ആലിസ് ക്രിസ്റ്റി, അവരുടെയും കൂടി നമുക്കൊന്ന് കാണാം. ഒരു പുതിയ സിനിമ ഉണ്ടോ, നമുക്ക് ടി വി ഇട്ട് കണ്ടാലോ? ജീവിതത്തിൽ ഒന്ന് സിൻസിയർ ആയിരിക്കണം, മാത്രമല്ല സംസാരിക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് വേണം. ഞാനെന്താ ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നീ പ്രാക്ടീസ് ചെയ്താൽ മതി, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ശരി, ഓക്കെ, ബൈ. ഇവിടെ ഭർത്താവാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ക്ഷമിക്കുക, ഞാൻ അങ്ങനെ വലുതായിട്ട് ഫോളോ ചെയ്യാറില്ല. അപ്പൊ എന്തായാലും ഭർത്താവ് പ്രൊമോട്ട് ചെയ്യണം. മക്കളെ അടുത്ത് തൊട്ടിരുന്ന് എവിടെയുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ വിളിച്ച് സംസാരിക്കും. നിങ്ങൾ വിചാരിക്കും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ലേഡീസ് ഫ്രണ്ട്സ്, ഒരിക്കലും അല്ല, അങ്ങനെയൊന്നും അല്ല. ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നേ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ കാണാതെ ആ ഫ്രണ്ട്സേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ അല്ലാത്ത ഫ്രണ്ട്സുകൾ പലതും നമ്മളെ ഒന്നും അറിഞ്ഞുകൂടാത്ത, നമ്മളെ ചുറ്റുപാടൊന്നും ഇല്ലാത്ത, ചുറ്റുപാട് നമുക്ക് അറിയാന്നുള്ളത് നമുക്ക് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ നമ്മളെ അറിഞ്ഞുകൂടാത്ത എവിടെ കിടക്കുന്ന യവനോ ആണ്, അവൻ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അവൻ പറയുമ്പോൾ എന്തും നമുക്ക് കേൾക്കാം, നമുക്ക് എന്ത് വേണോ കാണിച്ചു കൊടുക്കാം, അവൻ എന്ത് വേണോ നമുക്ക് എന്ത് ചെയ്യും, അയച്ചു തരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പിന്നെ പുള്ളി എന്തായാലും ഇത് 100% ഉറപ്പാണ്. ഈ പുള്ളി എന്തായാലും ഈ പുള്ളിയെ കൊണ്ട് പിന്നീട് ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കോൺഫിഡൻസ് ഇല്ലാന്ന് അത് ഞാൻ എന്റെ ഫ്രണ്ട് ആപ്പുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്. അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അത് കൂടാതെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ഗേൾസിന്, ബോയ്സിലെ ഗേൾസിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? അത് റിയൽ മണിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് 100% സേഫും ആണ്. കൊള്ളാലോ. നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിയതുകൊണ്ട് നിനക്ക് ആരുടെങ്കിലും കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ടേ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, അപ്പൊ തന്നെ കിട്ടും. ഫ്രണ്ട് ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ. ശരി, ഓക്കെ. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി ഡൗൺലോഡ് ചെയ്യൂ, ആസ്വദിക്കൂ, ആനന്ദിക്കൂ, ആനന്ദത്തിൽ ആറാടൂ എന്നൊക്കെയാണ് ഈ പറയുന്ന ക്രിസ്റ്റിയും നമ്മുടെ ജാസും ഒക്കെ പറയുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിനകത്ത് ഇതിനെ ഏത് രീതിയിൽ വേണം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഈ പറഞ്ഞതുപോലെ അതിന് നല്ലൊരു രീതിയിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ. പക്ഷെ എന്തൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറഞ്ഞത് ഈ സാധനമാണ്. മനസ്സിലായോ? ഇതിന് നിങ്ങൾ നല്ല രീതിയിൽ, എനിക്ക് ഇവിടെ എന്നും അറിഞ്ഞുകൂടാത്ത, ആർക്കും അറിയാത്ത, ഈ ലോകത്തേ ഇല്ലാത്ത, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ കിടക്കുന്ന ഒരു ഫ്രണ്ട് വേണം, അവന്റെ കൂട്ടത്തിൽ എനിക്കെല്ലാം അങ്ങ് തുറന്ന് പറയാം, അല്ലെങ്കിൽ അവളുടെ കൂട്ടത്തെല്ലാം തുറന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റിൽ ചെന്ന് അവസാനിക്കുന്നത് ഈ പറയുന്ന സെക്സ് ചാറ്റുകളിലേക്കും റൂമുകളിലേക്കും ഒളിച്ചോട്ടം കാര്യങ്ങളൊക്കെയാണ്. ഈ പെണ്ണുങ്ങൾ പലതും ആ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാണിച്ച് പണവും കൊണ്ടുപോകും. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ പണമുള്ളവർ കൊണ്ടുപോകും. പിന്നെ ഈ പെൺകുട്ടികൾ ഇതൊന്നും അറിഞ്ഞൂടാതെ ഒരു ഫ്രണ്ടിനുമായിട്ട് പിന്നീട് ഈ പറയുന്നില്ല മനസ്സ് തുറന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു പോകുന്ന പെൺകുട്ടികൾ അറിയാം ഇതൊരു ചതിക്കുഴിയാണ്. നിങ്ങൾ ഇതിനകത്ത് വന്ന് വീണ് പോയാൽ പെട്ട്. ഇത് നാളെ എപ്പോഴെങ്കിലും നിങ്ങൾ വീണ്ടും ആദ്യം ഒരു മാസം 10,000 കിട്ടും, അടുത്ത മാസം പിന്നീട് 12,000, അതിന്റെ അടുത്ത മാസം ആരും വരുന്നില്ല. കുറെ ദിവസം നിങ്ങൾ കണ്ടോണ്ടിരിക്കാൻ അവർക്ക് മടുക്കും. നിങ്ങളടുത്ത് എത്രമാസം സംസാരിച്ച് മടുക്കും. അത് പറയും ഇനി സംസാരം നിർത്തി, ഇനി എനിക്ക് കുറച്ചെന്തെങ്കിലും കാണിച്ചു താന്ന് പറയും.
അപ്പൊ നിങ്ങൾ നിർബന്ധപൂർവ്വം, അതായത് നിങ്ങളുടെ ജീവിത സാഹചര്യം മാറി, ഡെയിലി ഇപ്പം മാസം തോറും 10,000 20,000 വന്നോണ്ടിരിക്കുന്നത് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ അവർ പറയുന്ന നിർബന്ധപൂർവ്വം കാണിച്ചു കൊടുക്കും. ഇതൊക്കെ യുവമാർ മറ്റൊരു ക്യാമറയിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഈ സാധനം അവസാനം നെറ്റി കിടന്ന് ഓടും. നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോ ശരീരഭാഗങ്ങൾ കാണിച്ച അവസാനം നിങ്ങളുടെ ജീവിതം അതോ ഗതി ഹുദാ ഗവ. എവിടെ പൈസയും വാങ്ങിച്ചുകൊണ്ട്, ഇവരെ പോലുള്ളവരെ പൈസയും വാങ്ങിച്ചുകൊണ്ട് അടിച്ച് സെറ്റപ്പായി നടക്കുകയും ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. ശരി.